എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പായും ചെയ്യുമെന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ആ തീരുമാനം എവിടെ പോയെന്നു പോലും ഓർമ്മയുണ്ടാവില്ല. നമ്മുടെയെല്ലാം വിജയത്തെയും പരാജയത്തെയും അതിനെയൊക്കെ നിർണ്ണയിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ഇച്ഛാശക്തി. അപ്പോൾ നിങ്ങളുടെ ഇച്ഛാശക്തി എങ്ങനെയാണ്? ഒരു ഉരുക്കുപോലെ ഉറപ്പുള്ളതാണോ, അതോ ഒരു ചില്ലുപാത്രം പോലെ ചെറിയൊരു തട്ടൽ മതി തകർന്നു പോകുമോ? വരൂ, നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. വലിയ ആവേശത്തിലായിരിക്കും. ഇന്ന് വ്യായാമം ചെയ്യും, പുതിയ എന്തെങ്കിലും പഠിക്കും, നേരത്തെ കിടന്നുറങ്ങും എന്നൊക്കെ. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊക്കെ എവിടെ പോയെന്ന് ഒരു പിടിയുണ്ടാവില്ല. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും എന്താണിതിന്റെ കാരണം? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ പ്രശ്നം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാം. ദുർബലമായൊരു ഇച്ഛാശക്തിയെന്ന് പറയുന്നത് ഒരു ചില്ലുപാത്രം പോലെയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ചെറിയൊരു തട്ടൽ മതി അത് തവിടുപൊടിയാകാൻ. ഈയൊരു ബലഹീനത നമ്മൾ എങ്ങനെയൊക്കെയാണ് പിന്നോട്ട് വലിക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെ നമുക്കെല്ലാവർക്കും എവിടെയൊക്കെയോ നല്ല പരിചയമുള്ള കാര്യങ്ങളല്ലേ? രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, ഉറച്ച തീരുമാനമാണ്. പക്ഷെ അലാറം അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ സ്നൂസ് ബട്ടണിലൊന്നമർത്തി വീണ്ടും പുതപ്പിനടിയിലേക്ക്, അല്ലേ? ഇനി പ്രധാനപ്പെട്ട ഒരു ജോലി തുടങ്ങാനിരിക്കും. അപ്പോഴേക്കും ഫോണിൽ നിന്ന് ടിങ് എന്നൊരു ശബ്ദം. പിന്നെ നോക്കുമ്പോൾ മണിക്കൂറുകളാകും പോയിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാല് ഓരോ തവണ ഇങ്ങനെ സംഭവിക്കുമ്പോഴും അത് നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് കുറച്ചുകുറച്ചായി ഇല്ലാതാക്കുന്നത്. നിങ്ങളുടെ ഇച്ഛാശക്തി ഒരു നേർത്ത നൂല് പോലെയാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ജീവിതത്തിലെ ചെറിയൊരു കാറ്റോ കോളോ വരുമ്പോഴേക്കും അത് പൊട്ടിപ്പോവുകയാണ്. പിന്നെന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ തന്നെ മനസ്സിന്റെ ഒരു തടവുകാരനായി മാറും. ഓരോ നിമിഷത്തെയും ചെറിയ ചെറിയ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ നമ്മൾ തോറ്റുകൊടുക്കേണ്ടി വരും. ഇത് നമ്മളെ അറിയാതെ തന്നെ ഉള്ളിൽ നിന്ന് ദുർബലരാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇച്ഛാശക്തിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ആശയമാണ്. നമ്മുടെ ചിന്തയിൽ ഒരു വിപ്ലവം കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റം. ഇച്ഛാശക്തി എന്നത് ജന്മനാ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു സൂപ്പർ പവർ ഒന്നുമല്ലെങ്കിലോ, അതൊരു പേശി പോലെയാണെങ്കിലോ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾ ബലപ്പെടുന്നതുപോലെ ഉപയോഗിക്കും തോറും കരുത്താർജിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇച്ഛാശക്തി. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്വന്തം ഇച്ഛാശക്തിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോ ഈ പറഞ്ഞ മാനസിക പേശിക്ക് എങ്ങനെ വ്യായാമം കൊടുക്കും, അല്ലേ? അതിന് വളരെ ലളിതമായ 3 വഴികളേ ഉള്ളൂ. ഒന്നാമത്തത്, വളരെ ചെറിയ ഒരു വാഗ്ദാനം നിങ്ങൾക്ക് തന്നെ നൽകുക. വലുതൊന്നും വേണ്ട, വളരെ ചെറുത്. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് വെറും 10 മിനിറ്റ് നടക്കും, അത്ര മതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, എന്തു തന്നെ സംഭവിച്ചാലും അത് പാലിക്കണം. മൂന്നാമത്തത്, ആ ചെറിയ വിജയമുണ്ടല്ലോ, അത് ശരിക്കും ആസ്വദിക്കുക. ഓരോ തവണയും നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഇച്ഛാശക്തി എന്ന പേശി കൂടുതൽ ശക്തമായി വരുന്ന നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. ഈ ആശയം സത്യത്തിൽ അത്ര പുതിയതൊന്നുമല്ല. കാലങ്ങളായി നമ്മുടെ ഋഷീശ്വരന്മാർ ഇതേപറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിന് കൂടുതൽ ആഴം തരുന്ന ഒരു മഹത്തായ ഉദ്ധരണിയിലേക്ക് പോകാം. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. ഇച്ഛാശക്തിയാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ മൂലധനം. തകർക്കാനാവാത്ത ഇച്ഛാശക്തിയുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് പോലും സ്വർണം സൃഷ്ടിക്കാൻ കഴിയും. എന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ! പണമോ പദവിയോ അല്ല, നമ്മുടെ ഉള്ളിലെ ഈ ഉറച്ച തീരുമാനമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊന്നും വെറുതെ പറയുന്ന വാക്കുകളല്ല. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ അഖണ്ഡ ജ്യോതി, വാങ് മൈ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കാലാതീതമായ ജ്ഞാനമാണിത്. അതുകൊണ്ടുതന്നെ ഈ ആശയങ്ങൾക്ക് നല്ല ആധികാരികതയും ആഴവുമുണ്ട്. ശരി, അപ്പോ ഇച്ഛാശക്തി ഒരു പേശിയാണെന്നും അത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നും നമ്മൾ കണ്ടു. പക്ഷെ വെറുതെ അറിഞ്ഞിരുന്നാൽ മാത്രം പോരല്ലോ, അല്ലേ? ഇനി ഈ അറിവിനെ പ്രവൃത്തിയിലേക്ക് മാറ്റാനുള്ള സമയമാണ്. നമ്മുടെ ഒരുക്കുപോലുള്ള ഇച്ഛാശക്തിയെ രൂപപ്പെടുത്താൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത്, ഇച്ഛാശക്തി എന്ന് പറയുന്നത് പരിശീലനത്തിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. രണ്ടാമത്തേത്, ചെറിയ ചെറിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മളിലുള്ള നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കണം. പിന്നെ മൂന്നാമത്തേത്, തകർക്കാൻ പറ്റാത്ത ഇച്ഛാശക്തിയാണ് ഏതൊരു വിജയത്തിലേക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താക്കു. അറിവ് മാത്രം പോരാ, പ്രവൃത്തിയാണ് പ്രധാനം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞ എടുക്കാം. ഇന്ന് ഞാൻ എനിക്ക് നൽകിയ ഒരു ചെറിയ വാഗ്ദാനം എന്ത് വില കൊടുത്തും നിറവേറ്റും. ഇതൊരു പക്ഷെ വളരെ ചെറിയൊരു ചുവടുവെപ്പായിരിക്കാം, പക്ഷേ ഇത് തുടങ്ങിവെക്കുന്ന യാത്ര വളരെ വലുതാണ്. പോകുന്നതിനു മുൻപ് എന്റെ ഒരു ചോദ്യം ഇതാണ്:
ഇന്ന് നിങ്ങൾ പാലിക്കാൻ പോകുന്ന ആ ഒരു ചെറിയ വാഗ്ദാനം എന്താണ്? ഒരു നിമിഷം അതിനെക്കുറിച്ച് ആലോചിക്കൂ, ആ ഒരു തീരുമാനമെടുക്കൂ, എന്നിട്ട് അത് നടപ്പിലാക്കൂ. കാരണം നിങ്ങളുടെ ഉരുക്കുപോലുള്ള ഇച്ഛാശക്തിയിലേക്കുള്ള ആദ്യത്തെ പടി അതാണ്.